തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് സ്വർഗത്തിന് ശക്തമായ സംരക്ഷണത്തില് അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, വിടുവിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും നമ്മുടെ പേരിന് കാരണഭൂതരായ, നമ്മുടെ മക്കളുടെ പേരിന് കാരണഭൂതരായ നമ്മളെല്ലാവരുടെയും കാവൽ മാലാഖമാരോടൊക്കെ ചേർന്നും എല്ലാ വിശുദ്ധരോടും ചേർന്നും നമുക്ക് കർത്താവിന്റെ വലിയ ഇടപെടല് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മക്കളുടെ ജീവിതത്തില് എല്ലാ മേഖലകളിലും അതിശക്തമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ സഹായം, സ്വർഗീയരുടെ സാന്നിധ്യ സംരക്ഷണം ദൈവമക്കൾക്ക് സംലഭ്യമാണ്, അവകാശമാണ്. നമുക്കത് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യ സംരക്ഷണത്തില് ഇന്ന് നമ്മൾ പ്രത്യേകമാവിധം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക സ്വാധീനങ്ങള്, തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകളുണ്ട്. അത് ഏത് വിധേന വന്നതുമാകട്ടെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന, അതായത് നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കാൻ പാടില്ല. ഇനി പഠിച്ചാൽ തന്നെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പാടില്ല. ഇനി പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ തന്നെ അവർക്ക് അർഹിക്കുന്ന വിജയം കിട്ടാൻ പാടില്ല. ഇനി അർഹിക്കുന്ന വിജയം കിട്ടിയാൽ തന്നെ അവര് ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ നല്ല ജോലി കിട്ടാൻ പാടില്ല. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ബന്ധനങ്ങള് അത് വ്യക്തികളിലൂടെ പല രീതികളില് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരു ആത്മാവും നമ്മയോ നമ്മുടെ മക്കളുടെ പഠനം, ജീവിതം, ജോലി, ബിസിനസ്, അവരുടെ ഇന്റർവ്യൂ, പരീക്ഷ, ഇതിലൊന്നും പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവും അവരെയോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെയോ സ്വാധീനിക്കാനോ തടസ്സപ്പെടുത്താനോ പാടില്ല. അതുപോലെ നമ്മൾ നമ്മുടെ മക്കളുടെ ജീവിതയാത്രയിൽ തടസ്സപ്പെടുത്തുന്ന അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു അഭിഷേകത്തിലേക്ക് വളർത്തണം. സ്വർഗത്തിന്റെ സാന്നിധ്യം, മിഖായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടല്, യൗസേപ്പ് പിതാവിന്റെ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം, മധ്യസ്ഥം, ഇടപെടല് നമ്മുടെ മക്കളുടെ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. അതിനാൽ തന്നെ നമ്മുടെ മക്കളെ
ഒന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം യെശയ്യാ പ്രവാചന പുസ്തകത്തില് 22-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം പറയുന്നുണ്ട്, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ മേലുണ്ട്. എന്താ പറയാ, അവൻ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. അവൻ തുറന്നാലുണ്ടല്ലോ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കർത്താവിന്റെ നാമത്തിന് ശക്തി, ആ ശക്തിയാല് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് തുറക്കണം. ഇനി ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ പരീക്ഷാ മേഖലയില്, ജോലി മേഖല, ഇന്റർവ്യൂ, അനേക മക്കള് അച്ഛൻ ഒരു ദിവസം അനേകം പേര് വിളിക്കും. ഒത്തിരി തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള് പരീക്ഷയില്, ജോലി മേഖല, പഠിക്കാൻ പറ്റാത്ത അവസ്ഥയില്, ഇന്റർവ്യൂയില്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങള് എല്ലാം കഴിഞ്ഞാലും ആ വക്കത്തെത്തുമ്പോ കുറെ പേര് പറഞ്ഞു, അച്ഛാ എല്ലാ കടമകളും കഴിയും, എന്നാൽ വക്കത്തെത്തുമ്പോ ഒന്നുമില്ലാത്ത രീതിയിൽ താഴേക്കും. ഒരു തടസ്സം, ഒരു വ്യക്തി, ഒരു ചെറിയ കാര്യം, അതിന്റെ പേരില് വഴിമുടക്കുന്ന, വാതിൽ കൊട്ടി അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ. എന്നാൽ കർത്താവ് തുറന്നാണല്ലോ, ആർക്കും പിന്നെ അത് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധനും സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും, ഈ നാശം കടന്നു വരുന്ന വാതിലുണ്ട്. നമ്മളെ മക്കളെ പീഡിപ്പിക്കാൻ, അസ്വസ്ഥപ്പെടുത്താൻ, നിരാശപ്പെടുത്താൻ ഈ നാശം കടന്നു വരുന്ന വാതിലുണ്ട്. ഷാജി, ആ ശക്തി, അരൂപി, ആ വാതിലുകളൊക്കെ കർത്താവ് അടച്ചു പൂട്ടണം. എന്നിട്ട് കർത്താവിന്റെ നാമത്തിന് ശക്തിയില്, കർത്താവിന്റെ സഭയുടെ അധികാരത്തില്, നമുക്ക് നൽകപ്പെട്ട യേശു നാമത്തിന്റെ അധികാരത്തില്, അപ്പന്റെയും അമ്മയുടെയും ഒരു പുരോഹിതന്റെയും ദൈവമക്കളുടെയും അധികാരത്തിലും ശക്തിയിലും, ഈ നാമത്തിന്റെ അധികാരത്തില് നമ്മൾ ഈ തടസ്സങ്ങളെ, ഈ കെട്ടുകളെ, ഈ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നുകൊണ്ട് കർത്താവിന്റെ ശക്തിയില് നമ്മൾ ഒരു വലിയ വിടുതലിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഓർക്കണം, നമ്മൾക്കെതിരെ ഒരു ശത്രു എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയാം, ചിലപ്പോഴും പറയാറുണ്ടത്, അച്ഛന്റെ പൗരോഹിത്യം, ശുശ്രൂഷ, ധ്യാനങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകള്, വിടുതൽ പ്രാർത്ഥനകള്, ഈ ഓൺലൈൻ മിനിസ്ട്രി തന്നെ നന്നായിട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന പിശാച് അതിശക്തമായിട്ട് പല വിധത്തില് തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ആരാധനയ്ക്കിരുന്ന് ബലിയർപ്പിച്ച് ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം യൗസപിതാവിനെ വിളിച്ച് സെന്റ് മൈക്കിൾ പ്രയർ പ്രാർത്ഥിച്ച് അതിനതിജീവിച്ച് പോവാ. ഇതുപോലെ നമ്മുടെ എല്ലാ മക്കളും ജീവിതത്തിലുണ്ട്. ഈ പ്രാർത്ഥനയില്, ഈ ബന്ധത്തില്, ഈ ഐക്യത്തില്, ഈ ശക്തിയില് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ തടസ്സപ്പെടുത്തും. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി കർത്താവിന്റെ നാമത്തില്, അധികാരത്തില്, ശക്തിയില് എല്ലാ തടസ്സപ്പെടുത്തുന്ന ദുരാത്മ, ദുർഭൂത, പൈശാചിക ശക്തികളെയും ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി. അത് ഏതിലൂടെ വരാം. ഞാൻ പറഞ്ഞു, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നശിക്കണം. നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടരുത്, നമ്മുടെ മക്കൾ പരീക്ഷ പാസ്സാകരുത്, നമ്മുടെ മക്കൾ വിദേശത്ത് പോകരുത്, നമ്മുടെ മക്കൾ നല്ല കുടുംബജീവിതം ജീവിക്കരുത്, കല്യാണം നടക്കരുത്, അല്ലെങ്കിൽ ഉന്നതി പ്രാപിക്കരുത്. അതിനുവേണ്ടി ഒത്തിരി തിന്മയുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പിശാച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ മക്കൾ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖല ഏതാന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുക. ആ മേഖല ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സില്ല, അലസത, മടി, മൊബൈല്, തെറ്റായ സ്നേഹബന്ധം, കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അത് ഒരു വശം. വേറെ വശത്ത് ഇവർ ആഗ്രഹിച്ചിട്ടും പറ്റണില്ല, പഠിച്ചിട്ടും തലേ കയറണില്ല. ഇനി പഠിച്ച് എല്ലാം ശരിയാക്കിയിട്ടും പരീക്ഷാ സമയത്ത് എല്ലാം മറന്നു പോണു. ഇനി പരീക്ഷ എഴുതി ആ സമയത്ത് നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നതാ, പക്ഷെ തോറ്റുപോയി. അങ്ങനെ ഒത്തിരി മക്കൾ. ഈ മേഖലയില് നമ്മുടെ മക്കൾ തടസ്സപ്പെടുന്ന ഏതാണോ അതിലുള്ള അരൂപികളെ, പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തില് ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, ഇന്ന് നമ്മൾ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയില് അതുമായിട്ട് ബന്ധപ്പെട്ട അരൂപികളെ, ആ അരൂപികൾ കയറിപ്പറ്റി നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. ചില വ്യക്തികളുണ്ട്, അവരിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ കൂടി ബന്ധിച്ച്, ബഹിഷ്കരിച്ച് കർത്താവിന്റെ മക്കൾക്ക് എല്ലാം അനുകൂലമാകണം. അതിനോട് കുറെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അതായത് സുഭാഷിതം 16:7 പറയുന്നുണ്ട്, ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. നമ്മൾ അതിനനുസരിച്ച് കുമ്പസാരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, വചനമനുസരിച്ച്, കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് സ്വീകാര്യമാകണം. എന്നിട്ട് ശത്രുവിനെതിരെ പോരാടണം, അവനെ ആട്ടിപ്പായിക്കണം.
അപ്പോൾ അവന്റെ ശത്രുതയായിട്ട് നിന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും. പരീക്ഷ അല്ലെങ്കിൽ തടസ്സം ഇതെല്ലാം മാറിയിട്ട് എല്ലാം അനുകൂലമാക്കി തരുന്ന കർത്താവിന് സർവാധിപത്യം, സർവശക്തി പ്രകടമാകാൻ ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഏത് അവസ്ഥയാണോ, ഏത് തടസ്സമാണോ, ബന്ധനമാണോ, കെട്ടാണോ, പൈശാചിക പീഡയാണോ, അതിന് പല കാരണങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തുമാകട്ടെ, ഈശോ അതെല്ലാം ഏറ്റെടുത്തിട്ട് കുരിശിൽ മരിച്ച് ആ ദിവ്യ കാരുണ്യനാഥന്റെ മുമ്പില് ഈ അഭിഷേക പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥനയിലൂടെ ഈ തടസ്സങ്ങളെ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മൾ ഇന്ന് വിടുവിച്ചെടുക്കുകയാണ്. ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് മക്കളെ. നിങ്ങൾ അനേകം പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നാല് അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛന് പേർ ധ്യാനങ്ങള് നാളെ നമ്മുടെ ഇവിടെ ധ്യാനം ആരംഭിക്കാം. നാളെ വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ വാരാന്ത്യ ധ്യാനമാണ്. ഒത്തിരിയേറെ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കടന്നു വരണമെങ്കിൽ നിങ്ങൾക്ക് ഡോർമെറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് കടന്നു വരാം, ധ്യാനത്തിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ വീണ്ടും അച്ഛൻ പറയാണ്, നമ്മുടെ ഈ മീഡിയ മിനിസ്ട്രി, ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഞാൻ പറയും, ഇതുപോലെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എത്തിക്കണം, ഷെയർ ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവ് ചെയ്ത് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ വീണ്ടും പറയാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്താൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനനുസരിച്ച്, വ്യൂവേഴ്സിനനുസരിച്ച് ഇത് പ്രൊമോട്ട് ചെയ്യും. അനേകരിലേക്ക് എത്തിക്കാനും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് കാണിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനിടയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത് നിങ്ങൾ ചെയ്യണം. ഇത്രയൊന്നും പോരാ. പ്രത്യേകിച്ച് കാലഘട്ടത്തില് ഈ മേഖലയിൽ ഒത്തിരിയേറെ മക്കൾ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോ നമ്മൾ ഈ മക്കളെ വിടുവിച്ചെടുക്കുന്ന ശുശ്രൂഷ, ഞാൻ പറയുന്നത്, പിശാചിനെ പ്രൊമോട്ട് ചെയ്യാൻ ലക്ഷങ്ങൾ കൂടാനുകൂടി മക്കളുണ്ട്. എന്നാൽ യേശുവിനെ പ്രൊമോട്ട് ചെയ്യാൻ, വചനം പ്രൊമോട്ട് ചെയ്യാൻ, കുരിശുമാനത്തെ പ്രൊമോട്ട് ചെയ്യാൻ, ഈ ശക്തി വിളിച്ചിറക്കാൻ വളരെ കുറച്ച് പേരുള്ളൂ. ഇന്ന് സിനിമക്കാര്, മീഡിയക്കാര്, അഭിനയക്കാര്, ബിസിനസ്സുകാര്, രാഷ്ട്രീയക്കാര്, സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും പിശാചിന് വേണ്ടി ഉപയോഗിക്കുമ്പോ കർത്താവിനെ പ്രൊമോട്ട് ചെയ്യാൻ, കർത്താവിന് കാര്യം ചെയ്യാൻ, കർത്താവിന് വേണ്ടി സമയം കണ്ടെത്താൻ ആളുകൾ തീരെ കുറവാ. അതുകൊണ്ട് മക്കളെ, കുറവ് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ചേർന്ന് നിൽക്കുന്ന, സമാനമായി ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അനേക മക്കൾ കൂട്ടിച്ചെന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കും. അനേക മക്കൾ സാക്ഷ്യപ്പെടുത്തി കേട്ടോ. ഈ പ്രാർത്ഥന തുടങ്ങിയതിനു ശേഷം വന്ന മാറ്റങ്ങള്, വിടുതലുകള്, സൗഖ്യങ്ങള്, വിജയങ്ങള് ഒത്തിരി സംഭവിക്കുന്നുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിൽ പ്രവേശിക്കാൻ വെച്ചൊന്നും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് സർവാധിപനും സർവശക്തനുമാണ്. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകാൻ വേണ്ടിയാണല്ലോ. ഞങ്ങൾ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങള്, ഞങ്ങളുടെ അടിമത്തങ്ങള് എല്ലാം തകർത്തെറിഞ്ഞ് ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന കർത്താവേ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അങ്ങയുടെ കയ്യിലുണ്ട്. അങ്ങ് തുറന്നാ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അങ്ങ് അടച്ചാ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. കർത്താവ്, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന, അനുഗ്രഹം അടച്ചു വച്ചിരിക്കുന്ന എല്ലാ വാതിലുകളെയും അങ്ങ് തുറന്നുകൊണ്ട് വലിയ വിടുതൽ നൽകി ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. തടസ്സപ്പെട്ട് കിടക്കുന്ന പഠന മേഖല, ജോലി മേഖല, എല്ലാ മേഖലകളും, ബിസിനസ്, മക്കളുടെ ഭാവി ജീവിതം, അവരുടെ പരീക്ഷാ വിജയം എല്ലാം കർത്താവെ അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥനയില് തടസ്സങ്ങളും കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറ്റപ്പെടാൻ, ഞങ്ങളുടെ മക്കളുടെ തടസ്സങ്ങൾ മാറി വിജയം പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, ജോലി കിട്ടാൻ, വഴി തുറക്കാൻ വേണ്ടി ഞങ്ങളിത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനായി ഇങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിന്റെ മുദ്ര വെച്ച് കർത്താവിന്റെ സംരക്ഷണത്തിനായി സമർപ്പിക്കും. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കൾ നേരിടുന്ന എല്ലാ തടസ്സത്തിന്റെ മേഖലകളെയും കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചുകൊണ്ട് സർവശക്തനും സർവാധിപനായ ദൈവത്തിന്റെ ശക്തി ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ, വിമോചന പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കളിലും കുടുംബത്തിലും പ്രകടമാകാനും എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി പോകാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കും. ജീവിത പങ്കാളി, കുടുംബാംഗങ്ങളെ, വീട്, മണ്ണ്, ഉപജീവന മാർഗം എല്ലാ തടസ്സങ്ങളോട് കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച മക്കളെ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അരൂപികളെയും ഞാൻ ആജ്ഞാപിച്ച് കൽപ്പിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, ജിന്നിന്റെയും കൈവിഷ ശക്തികളെ, ഹലാലിന്റെ ശക്തികളെ, വശീകരണ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന അങ്ങയുടെ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ജീവിത സാഹചര്യങ്ങളെയും പഠന മേഖലകളെയും ജോലി മേഖലകളെയും ജീവിതത്തിന്റെ വളർച്ചയെയും ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും തോൽവിയും തടസ്സങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും തോൽവികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ഞങ്ങളുടെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവിനെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളില് ഞങ്ങളുടെ കുടുംബങ്ങളില് ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ
ഇവരെയും ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ടവരെയും നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യവും മാധ്യസ്ഥവും ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെയും തോൽവിയുടെയും തടസ്സത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ മഹത്വമായി ഞങ്ങളും ഞങ്ങളുടെ മക്കളും മാറട്ടെ. ഒന്നിനും അടിമപ്പെടാതെ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാതെ, ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാതെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി അടഞ്ഞ വാതിലുകൾ തുറന്ന് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ പരീക്ഷയില്, ജോലിയില്, ഭാവി ജീവിതത്തില്, സകലമാന പ്രവൃത്തികളിലും വിജയം നൽകി അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ, ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം വ്യക്തിപരമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരനുഭവിക്കുന്ന തടസ്സത്തിന്റെ മേഖല, ഒത്തിരിയേറെ ബന്ധനങ്ങള്, കെട്ടപ്പെട്ട മേഖലകള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞുപോയ വാതിലുകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം ഇതാ കർത്താവ് നൽകി കഴിഞ്ഞു. അത് മക്കൾക്ക് വേണ്ടി സ്വീകരിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആശീർവാദ സമയത്ത് അങ്ങയുടെ ശക്തി പ്രകടമാക്കി എല്ലാ തടസ്സങ്ങളും മാറ്റി കെട്ടുകൾ പൊട്ടിച്ച് അടഞ്ഞ വാതിലുകൾ തുറന്ന് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉപവാസ തപസ് പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞല്ലോ. അതിനുശേഷം അനേക മക്കള് അച്ഛനെ വിളിച്ചു, അച്ഛാ ഇനിയും നമുക്ക് ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ അഭിഷേകമായിരുന്നു. അനേക മക്കൾ വന്നു. അച്ഛന് ഒത്തിരി സന്തോഷമായി. നിങ്ങൾ ഒത്തിരിയേറെ പേര് വന്നു പ്രാർത്ഥിച്ചു. ഇനി അനേക മക്കൾ വരാൻ ആഗ്രഹിച്ചിട്ടും പറ്റിയില്ല. ഞാൻ അച്ഛൻ പറയും, ഇടയ്ക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ എനിക്ക് സാധിക്കുന്ന മക്കളൊക്കെ കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഈ ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും ധ്യാനം കൂടണം. നിങ്ങൾ പല മേഖലകളുണ്ട് മക്കളെ, ഈ തടസ്സം, ബന്ധന, കെട്ടുകൾ കടന്നു വരാൻ. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കള്, പ്രിയപ്പെട്ടവര്, നമ്മുടെ മക്കള് എല്ലാവരും കർത്താവിലേക്ക് അടുത്ത് കർത്താവിനെ ശക്തി പ്രകടമാക്കി അതുപോലെ വിടുതലും സ്വാതന്ത്ര്യം നേടി ജീവിക്കേണ്ട കാലഘട്ടമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. അച്ഛൻ്റെ ഇവിടുത്തെ നിത്യാരാധനയിലും വിശുദ്ധ കുർബാനയിലും ജപമാലയിലും അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മെസ്സേജും അച്ഛൻ കാണുന്നുണ്ട്, കമന്റുകൾ കുറെ നോക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അനേക ആയിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് ഇതെത്തട്ടെ. ഒരുമിച്ച് നിന്ന് തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ വിമോചനത്തിന്റെ ശക്തിയിൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഈശോയെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ.